സൊഹ്റാൻ മംദാനി ന്യൂയോർക്ക് നഗരത്തിൻ്റെ പിതാവാകുമ്പോൾ, അതായത് മേയറാകുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായിട്ടുള്ള ന്യൂയോർക്കിലെ മേയർ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സൊഹ്റാൻ മംദാനി വിജയിച്ചു. എന്നാൽ ഞെട്ടിപ്പിക്കുന്ന കാര്യം, വോട്ടെടുപ്പ് പൂർത്തിയായ ഉടൻ നടത്തിയ പോസ്റ്റ് പോൾ സർവേയിൽ ന്യൂയോർക്കിൽ താമസിക്കുന്ന 10 ലക്ഷത്തിലധികം ആളുകൾ മാത്രമല്ല, നഗരത്തിലെ ജനസംഖ്യയുടെ 20% നഗരം വിടാൻ ആഗ്രഹിക്കുന്നു എന്നാണ് നിലവിൽ വെളിപ്പെടുത്തുന്നത്. വിജയിച്ചതിന് ശേഷം സമ്പന്നരുടെ മേൽ കൂടുതൽ നികുതി ചുമത്തുമെന്ന് മംദാനി വാഗ്ദാനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ യോഗങ്ങളിൽ വലിയ ജനക്കൂട്ടമാണ് ഇപ്പോൾ പങ്കെടുക്കുന്നത്. ന്യൂയോർക്കിലെ സമ്പന്നർ ഭയപ്പെടുന്നു. 50നും 64നും ഇടയിൽ പ്രായമുള്ള സമ്പന്നർ നഗരത്തിൻ്റെ സമ്പത്തിൻ്റെ ഏകദേശം 12% കൈവശം വച്ചിരിക്കുന്നു. അവർ ആശങ്കാകുലരാണ്. അവർ നഗരം വിടാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു. മറുവശത്ത് ജന്മനാൻ ഡെമോക്രാറ്റായ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് താൻ ഇടതുപക്ഷക്കാരനാണെന്ന വസ്തുത സഹിക്കാൻ കഴിയില്ല. കൂടാതെ അദ്ദേഹം മമാഡയുടെ മേയറാണെന്ന വസ്തുതയും അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയില്ല. അതിനാൽ ന്യൂയോർക്ക് നഗരത്തിന് നൽകുന്ന തുക വെട്ടിക്കുറയ്ക്കാൻ പോവുകയാണെന്ന് ഡൊണാൾഡ് ട്രംപ് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് നിരവധി സൗകര്യങ്ങൾ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ പലരും നഗരം വിടാനായി ആലോചിക്കുകയാണ്. ഇത് സുഹ്റാൻ മംദാനിക്കടക്കം ഒരു വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം സുഹ്റാൻ മംദാനി വന്നു കഴിഞ്ഞ ശേഷം സുഹ്റാൻ മംദാനിയുടെ ആ വാക്കുകൾ തന്നെ അവിടെയുള്ള ആൾക്കാർ അസ്വസ്ഥരായി. 25 ലക്ഷത്തോളം ആൾക്കാരാണ് ഇപ്പോൾ ആ നഗരം വിടാനായി ഒരുങ്ങുന്നത്. പോരാത്തതിന് സുഹ്റാൻ മംദാനിക്കെതിരെ വലിയ രീതിയിലുള്ള മതമൗലിക രോഷം ഇപ്പോൾ അവിടെ തിളച്ചു മറിയുകയാണ്. ക്രിസ്ത്യാനികൾ ഒന്നടങ്കം സുഹ്റാൻ മംദാനിയെ എതിർക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ന്യൂയോർക്കല്ല, മറ്റ് പല പ്രദേശങ്ങളിലും ഇവർ സുഹ്റാൻ മംദാനിക്കെതിരെ വലിയ രീതിയിലുള്ള വിദ്വേഷ കമൻറ്റുകളും വലിയ രീതിയിലുള്ള ഇയാളൊരു ജിഹാദിയാണ്, തീവ്രവാദിയാണ് എന്ന രീതിയിലുള്ള വീഡിയോകളും ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കം എക്സ് പ്ലാറ്റ്ഫോമുകളിലടക്കം ഫേസ്ബുക്ക് അടക്കം പോസ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. വലിയൊരു കമ്മ്യൂണലൈസേഷൻ അമേരിക്കയിൽ ഇതിനോടകം തന്നെ ഒരു ക്രിസ്ത്യൻ മുസ്ലിം എന്ന രീതിയിൽ വന്നു കഴിഞ്ഞു എന്ന് തന്നെ സുഹ്റാൻ മംദാനിയുടെ വിജയത്തോടെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.